മധ്യപൂർവേഷ്യയിൽ സംഘർഷത്തിന് ഇപ്പോഴും അയവ് വരുന്നില്ല. നമുക്ക് അലോസരപ്പെടുന്ന വാർത്തകളൊക്കെ വരുന്നു. പക്ഷേ ഇതൊരു യുദ്ധകാലമാണ്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. കൂടുതൽ അപ്ഡേറ്റ്സ് നൽകാൻ നമുക്ക് വീണ്ടും പി ജെയിംസ് ചേരുന്നുണ്ട്. പി നമുക്ക് ഒരുപക്ഷെ ലോകം മുഴുവനൊരു ആഗോള ഗ്രാമമാണ് എന്ന് പറയുന്നതും കേരളം ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുമ്പോഴും ഈ പ്രതിസന്ധിയും കടന്നുപോകും എന്നേ നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും വി ഷാൽ ഓവർകം. ഇതാണല്ലോ നമ്മൾ കോവിഡിനെ മറികടന്നു, ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നു. അപ്പോൾ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ലെബനോൻ ഇസ്രായേലിൻ്റെ അയൽ രാജ്യമാണ്. അവിടെ ഹെസ്ബുള്ള ഇസ്രായേലിലേക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ചിരുന്നു, ഡ്രോണുകൾ അയച്ചിരുന്നു. അവിടെ കുറച്ച് പരിക്ക് ഇസ്രായേലിന് പറ്റിയിട്ടുണ്ട്. അതിനെതിരെ ഇസ്രായേൽ വ്യാപകമായി ലെബനോനിൽ മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നു, യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ വരുന്നൊരു വാർത്ത ലെബനോനിലേക്ക് കരസേന, ഇസ്രായേലിൻ്റെ കരസേന കരയുദ്ധവുമായി ഇറങ്ങിയെന്ന ഒരു വാർത്ത വരുന്നുണ്ട്. പ്രത്യേകിച്ച് ലെബനോന്റെ തെക്കൻ ഭാഗങ്ങളിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇസ്രായേലിൻ്റെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ലെബനോനിലെ 18 ഗ്രാമങ്ങളിലുള്ളവർ അവിടുന്ന് മാറിക്കൊള്ളണം, ഞങ്ങളിതാ വരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അത് രാവിലെ പറഞ്ഞു, വൈകുന്നേരം യഥാർത്ഥത്തിൽ കരയുദ്ധം എന്ന രീതിയിൽ. എന്ന് വെച്ചാൽ അവര് ലെബനോന്റെ ചില ഭാഗങ്ങൾ പിടിച്ചടക്കാൻ പോകുന്നു. ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ബെയ്റൂട്ടിൽ ഒരുപാട് ആക്രമണം നടത്തിയ ശേഷമാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഓർക്കുന്നുണ്ടാവും, ഗസയിലെ യുദ്ധം നടക്കുന്ന സമയത്ത് ലെബനോനിലേക്കും ഇസ്രായേലിന്റെ ആക്രമണം നടന്നിരുന്നു. ഹെസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, ഹെസ്ബുള്ളയുടെ പരമോന്നത നേതാവായിരുന്ന ഹസൻ നസ്രുള്ളയെ അദ്ദേഹം 5 നില ഉള്ള ബങ്കറിന്റെ ഉള്ളിൽ അത്യുന്നത നേതാക്കളുടെ യോഗം നടത്തിക്കൊണ്ടിരിക്കെ ബങ്കർ ബസ്റ്റർ ബോംബ് അയച്ച് അദ്ദേഹത്തെ വധിച്ചിരുന്നു. പേജർ ബോംബ് പൊട്ടി 4000-നും 5000-നും ഇടയിൽ ഹെസ്ബുള്ളയുടെ ഇടത്തരം നേതാക്കൾ കൊല്ലപ്പെട്ടത് നമ്മൾ എല്ലാവരും അമ്പരപ്പോടെയാണ് വീക്ഷിച്ചത്. കാരണം അവരുടെ പേജർ അല്ലെങ്കിൽ അവരുടെ ഫോണുകളിൽ സ്ഫോടക വസ്തു നിർമ്മാണ അവസ്ഥയിൽ തന്നെ ഇസ്രായേലിൻ്റെ മൊസാദ് വെച്ചിരുന്നു. അതനുസരിച്ച് റിമോട്ട് കൺട്രോൾ ചെയ്താണ് ഹെസ്ബുള്ളയുടെ പ്രമുഖ നേതാക്കളെ ഒക്കെ വധിച്ചത്. ഇതേ തുടർന്ന് ഹെസ്ബുള്ള അണ്ടർഗ്രൗണ്ടിൽ പോയിരുന്നു. പക്ഷെ അമ്പരപ്പിച്ചുകൊണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടും ഈ യുദ്ധത്തിനിടെ ഹെസ്ബുള്ള വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇസ്രായേലിലേക്ക് അവർ പോലും പ്രതീക്ഷിക്കാതെ ആക്രമണം നടത്തി. ഇസ്രായേൽ പകച്ചുപോയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഹെസ്ബുള്ള തീർന്നുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഹെസ്ബുള്ളയെ അവസാനിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം ലെബനനിലേക്ക് അവര് കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. അതിനിടയിൽ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ UAE-യിൽ നിന്ന് വന്നിരിക്കുന്ന ഇതിൽ തന്നെ അവിടെ പതിക്കാൻ അയച്ച മിസൈലുകൾ തകർത്തതിൻ്റെ എണ്ണമൊക്കെ അവരുടെ ഡിഫൻസ് മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ വല്ലാത്ത രോഷത്തിലാണ്. കാരണം അമേരിക്കയുടെ എംബസി തകർത്തു. അവിടുത്തെ കിങ് ഫഹദിന്റെ ക്രോസ് വേ അവിടേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ചു ഇറാൻ. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.